ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടത്തെ ഡാണ എന്ന് പറഞ്ഞ സ്ഥലത്തോടെയാണ്. ഇരിഞ്ഞാലക്കുട ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഡാണാവ്. തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ സിറ്റി കഴിഞ്ഞാൽ ഏറ്റവും അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൗണാണ് ഇരിഞ്ഞാലക്കുട. ഇവിടെ കുറേയധികം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളുണ്ട്, ജുഡീഷ്യൽ ആൻഡ് ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസുകളുണ്ട്. ഇരിഞ്ഞാലക്കുട പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് കയറാൻ നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെയാണ് കുറച്ചെങ്കിലും ഒരു ട്രാഫിക് നമുക്ക് ഈ ടൗണിൽ ഫീൽ ചെയ്യാം. ഈ ഒരു ഡാണാവി എന്നുള്ള റോഡ് കുറച്ച് പ്രാചീന കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ടൈപ്പ് റോഡാണ് കേട്ടോ. അവിടെ നിന്ന് തിരിഞ്ഞു വരുന്നുണ്ട്, അത് ഇരിഞ്ഞാലക്കുട പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നുള്ള ബസ്സുകളാണ്. ഈ റോഡിൽ കൂടി നേരെ പോയി കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധമായ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റും. സിനിമ തിയേറ്ററാണെങ്കിൽ ഇവിടെ ആവശ്യത്തിനുണ്ട്. മാസ് മൂവീസാണ് ഇരിഞ്ഞാലക്കുട ടൗണിലുള്ള തിയേറ്റർ. പിന്നെ ചെമ്പകശ്ശേരി മൂവീസ്. പിന്നെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് JK സിനിമാസ് ഉണ്ട്. പിന്നെ മാപ്രാണം വർണ്ണയുണ്ട്. ഇരിഞ്ഞാലക്കുടക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ എടുത്ത് പറയുകയാണെങ്കിൽ കല്ലേറ്റിങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. ഇരിഞ്ഞാലക്കുട ടൗൺ വരുന്നത് തൃശ്ശൂരിൻ്റെയും കൊടുങ്ങല്ലൂരിൻ്റെയും ഒക്കെ സെൻട്രലായിട്ടാണ്. പിന്നെ കിഴക്ക് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ചാലക്കുടി, പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ മൂന്നുപീടിക. ഈ ചാലക്കുടിനും മൂന്നുപീടിനും കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഹൈവേ തന്നെ ഇവിടെയുണ്ട്. പക്ഷേ അത് ഇത്തിരി വീതി കുറവാണ്. പിന്നെയുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈവേ SH22. അത് ഷൊർണൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ വരെയാണുള്ളത്. തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുട വരാനും കൊടുങ്ങല്ലൂർ പോകാനൊക്കെ ഏറ്റവും അധികം ആളുകൾ യൂസ് ചെയ്യുന്നൊരു ഹൈവേ ആണത്. ഇപ്പോൾ അത് കോൺക്രീറ്റ് ഹൈവേ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പണി പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്, അതായത് നെടുമ്പാശ്ശേരിക്ക് ഇവിടുന്ന് വരുന്നത് ഏകദേശം 35 കിലോമീറ്ററാണ്. പിന്നെ നമ്മൾ വീണ്ടും ഡാണാവി കൂടെ തന്നെയാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡാണാവ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇരിഞ്ഞാലക്കുട നിന്ന് ചാലക്കുടി വരെ അത്യാവശ്യം വീതിയുള്ള ഹൈവേ തന്നെയാണ്. പക്ഷേ ഇരിഞ്ഞാലക്കുട നിന്ന് മൂന്നുപടിക്കുള്ള റോഡ് എന്ന് പറയുന്നത് വളരെ വീതി കുറവാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് SH22. ഷൊർണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തൃശ്ശൂർ സിറ്റി വഴി കൊടുങ്ങല്ലൂർക്കാണ് ഈ റോഡ് പോകുന്നത്. ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയുണ്ട്. അതാണ് KSE ലിമിറ്റഡ്. KS കാലിത്തീറ്റയൊക്കെയാണ് അവരുടെ ബ്രാൻഡ്. പിന്നെ KLF നിർമ്മൽ ഇൻഡസ്ട്രീസ് ഇരിഞ്ഞാലക്കുടയാണ്. ഇതാണ് ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്, അതായത് ITC ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ്. പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കേരള ഫീഡ്സിൻ്റെ ഒരു യൂണിറ്റ് കല്ലേറ്റുംകരയുണ്ട്. ഈ റോഡ് കുറച്ച് പഴയകാല ഓർമ്മകളൊക്കെ നമുക്ക് തരുന്ന രീതിയിലുള്ള റോഡാണ്. വലിയ തിരക്കൊന്നുമില്ല. ഈ റോഡിൽ കൂടെയാണ് ഇരിഞ്ഞാലക്കുട മാർക്കറ്റിൻ്റെ അവിടേക്കൊക്കെ പോകുന്നത്. വളരെയധികം ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട മാർക്കറ്റ്. അങ്ങനെ ടൗണൊക്കെ ചുറ്റിക്കറങ്ങി ഇന്ന് നമുക്ക് സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പോവാം. ഇരിഞ്ഞാലക്കുട 2 കോളേജാണുള്ളത്. 2 ഫേമസ് കോളേജ്. ഒന്ന് സെൻറ്റ് ജോസഫാണ്, അതാണ് ഈ കാണുന്നത്. പിന്നെ ഉള്ളത് ക്രൈസ്റ്റ് കോളേജ്. അത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കാരണം ഒരുപാട് സിനിമകൾക്കൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുള്ളൊരു കോളേജാണ് ക്രൈസ്റ്റ് കോളേജ്. നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ഹൈവേ 61 ഇതാണ് ഇരിഞ്ഞാലക്കുട നിന്ന് മൂന്നുപടിയിലേക്ക് പോകുന്നത്. മുംബൈ പൻവേൽ കന്യാകുമാരി ഹൈവേ ആയിട്ട് കണക്ട് ചെയ്യുന്ന റോഡാണത്. അത് വളരെ വീതി കുറവാണ്, നിങ്ങൾ കണ്ടില്ലേ. ഇനി വീണ്ടും നമ്മൾ ഡാണാന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിലേക്കുള്ള റോഡിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് ഒരുപാട് ബിസിനസ്സൊക്കെ നടക്കുന്ന ഇരിഞ്ഞാലക്കുട ടൗൺ. താങ്ക്സ്.